ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ 2025 ജനുവരിയിൽ നമ്മുടെ PSC ബുള്ളറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ആനുകാലികം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ ഇറക്കിയിരുന്നു. അതിൽ പറയുന്ന കറണ്ട് അഫെയർസ് ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്കറിയാം എന്താണ് PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. എപ്പോഴും എന്താണ് ആനുകാലികം, എപ്പോഴും ആ ഒരു സെക്ഷനിൽ നിന്നായിരിക്കും ചോദിക്കുന്നത് എല്ലായ്പ്പോഴും. അപ്പോൾ ആനുകാലികം, അതായത് കറണ്ട് അഫെയർ എന്ന് പറയുന്നതിൽ 20 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും റാങ്ക് മേക്കിംഗ് ആയിരിക്കും. കാര്യം നമ്മളെ ഒരു റാങ്കിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനം എന്തായിരിക്കും? കറണ്ട് അഫെയർ ആയിരിക്കും. കാര്യം അത് എല്ലാവരും പഠിക്കുന്ന കാര്യമല്ല, അല്ലേ? എല്ലാവർക്കും മറന്നു പോകുന്നതാണ്. ഇപ്പോൾ ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വർഷങ്ങളായിട്ട് PSC പഠിക്കുന്നവർക്ക് എന്താണ് അതൊക്കെ കാണാപ്പാടമായിരിക്കും. അതേപോലെ കേരളത്തിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി ആയിക്കോട്ടെ, ഇന്ത്യൻ ജോഗ്രഫി ആയിക്കോട്ടെ, ഏത് ടോപ്പിക് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എപ്പോഴും എന്താണ് ഒരു റാങ്കിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കറണ്ട് അഫെയർ ആയിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്ത് വിട്ടുകളയരുത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇത് PSC ബുള്ളറ്റിനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഇത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു വട്ടം എന്ത് ചെയ്യുക, സമാധാനത്തിലിരുന്ന് ഈ വീഡിയോ ഒന്ന് ഫുള്ള് കംപ്ലീറ്റ് കാണുക. ഇത് ലെങ്ത് കൂടുതലാണെങ്കിൽ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാര്യം ഒത്തിരി പേജ് ഉണ്ടായിരുന്നു, ആ ഒരു കറണ്ട് അഫെയറിന് മാത്രമായിട്ടായിരുന്നു ആ ഒരു ബുക്ക്ലെറ്റ് വന്നത്. അപ്പോൾ ഒന്നുകിൽ അത് 2 പാർട്ടായിട്ട്, അത് ക്ലാസ്സിൻ്റെ ലെങ്ത് അനുസരിച്ച് ഞാനത് സ്പ്ലിറ്റ് ചെയ്തോളാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സമാധാനമായിട്ട് കേട്ട് പഠിക്കുക. അതിനുശേഷം രണ്ടാമത് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടിട്ട് ചുമ്മാ ഒന്ന് കേട്ട് നിങ്ങൾ വല്ല വർക്ക് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, കൂടുതലും ഞാൻ ഈ അമ്മമാരെയും അടുക്കളയിൽ പണിയെടുക്കുന്നവരൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിങ്ങനെ വോയിസ് കൊടുക്കുന്നത്. കാര്യം കേട്ട് പഠിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു, കേട്ട് പഠിക്കുക എന്നുള്ളത്. എപ്പോഴും അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഹെഡ്സെറ്റ് കുത്തി ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എല്ലാം ഒന്നും വരില്ല. എന്തെങ്കിലും ചിലപ്പോൾ നമ്മളൊരു 10 പോയിന്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിലൊരു 5 പോയിന്റ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. പക്ഷെ അതെന്ത് ചെയ്യും, പോകില്ല മനസ്സിൽ നിന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു 1-2 തവണ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒരു 2 വട്ടം ആകുമ്പോഴേക്കും, അങ്ങനെ ഒരു മൊത്തം ഒരു 3 വട്ടം ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു കറണ്ട് അഫെയറിൻ്റെ ആ ഒരു 2024 ഫുള്ളായിട്ടുള്ള ടോപ്പിക്കുകളാണ് തന്നിരിക്കുന്നത്. അത്യാവശ്യം ഒരു ബേസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ പദ്ധതിയിലേക്ക്, സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഏതൊക്കെയാണെന്ന്. എവിടേക്കാണ്? കുമരകവും ബേപ്പൂറും. അപ്പോൾ എന്താണ് സ്വദേശി ദർശൻ 2.0? എന്താണ് അത്? കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് സ്വദേശി ദർശൻ. അതിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കുമരകവും ബേപ്പൂരുമാണ്. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ് എന്ന് പറയുന്നത്. എന്താണ് നഫീസ്? എന്താണ്? നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, നഫീസ്. അതായത് എന്താണ്, ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാർ എന്ത് ചെയ്യും, രക്ഷപ്പെടാനായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് നഫീസ് എന്ന് പറയുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA-യുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് NIA-യുടെ ആരാണ്? സദാനന്ദ് വസന്ത് ദാത്തെ. ആരാണ്? സദാനന്ദ് വസന്ത് ദാത്തെയാണ് NIA-യുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. അടുത്ത നോക്കിക്കേ, 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? 16ാം, കഴിഞ്ഞ പരീക്ഷയ്ക്ക് LDക്ക് ചോദിച്ചതാണ്. ആര്? അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം നമുക്ക്, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇറാസ്മസ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. ആരാണ്? അത് അമിതാഭ് ഘോഷ് ആണ്. അമിതാഭ് ഘോഷ്. ഓക്കെ, അപ്പൊ എന്താണ്? അമിതാഭ് ഘോഷ് ആണ്. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്തനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് AS രാജീവ്. മലയാളിയാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. AS രാജീവ് ആണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആരാണ്? MS സ്വാമിനാഥൻ അന്തരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആരാണ്? പ്രൊഫസർ BR കമ്പോജ്. കമ്പോജ് ആണ് എന്ത്? നമ്മുടെ സ്വാമിനാഥൻ പുരസ്കാരം നേടിയത്. പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? എവിടെയാണ്? പെൺകുട്ടികൾക്കാണ്. പെൺകുട്ടികൾ എവിടെയാണ്? വൃന്ദാവനത്തിലാണ് പെൺകുട്ടികൾ. വൃന്ദാവനം എവിടെയാണ്? UP-യിലാണ്. അപ്പൊ പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂളാണ് എവിടെ?
വൃന്ദാവൻ UP അല്ലെ, പെൺകുട്ടികൾ എന്താ വൃന്ദാവനത്തിൽ കളിക്കുന്നു എന്നൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറിനെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചത്? വിജയവാഡ അല്ലെ. എന്താണ്? വിജയിച്ചവനാണ് അല്ലെ BR അംബേദ്കർ. അതായത് നമ്മുടെ ഭരണഘടനാ ശില്പിയാണ് അദ്ദേഹം. ആ ഒരു നിലയിൽ എന്താ വിജയിച്ചു വന്നവനാണ് അല്ലെ. അപ്പൊ വിജയവാഡയിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയരമുള്ള പ്രതിമ നിർമ്മിച്ചത്. അംബേദ്കറിന്റെ പ്രതിമയാണ്. അംബേദ്കർ ആരാണ്? വിജയിച്ചു വന്നവനാണ് അല്ലെ. വിജയിച്ചു വാട എന്ന് പറഞ്ഞു വിട്ടവനാണ്. അപ്പൊ എവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതിമ? വിജയവാഡയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം ഏതാണ്? അടൽ സേതു. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് റോഡ് ഏതാണ്? കടൽ പാലമാണ്. ഏറ്റവും നീളമേറിയതാണ് അടൽ സേതു ആണ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ്? പെഞ്ച് ടൈഗർ റിസർവ് ആണ്. അത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ്. ഡാർക്ക് സ്കൈ ആണ് അല്ലെ. ടൈഗർ ഡാർക്ക് സ്കൈ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. എന്താണ്? പെഞ്ച് ടൈഗർ ആണ്. പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഡാർക്ക് സ്കൈ പാർക്ക് എന്നറിയപ്പെടുന്നത് അല്ലെ. ടൈഗറൊക്കെ ഭയങ്കര ഡാർക്ക് ആണെന്ന് ഓർത്ത് വെക്കുക. പെഞ്ച് ടൈഗർ റിസർവ് ആണ്. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിന് ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? സൂററ്റും ഇൻഡോറുമാണ് ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുത്തത്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ആര്? ശ്വേത കെ സുഗതൻ. ശ്വേത കെ സുഗതനാണ് എന്താ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൗ ഉത്തർപ്രദേശ് അല്ലെ. AI എന്താണ്? AI നഗരം എവിടെയാണ്? ലക്നൗ ഉത്തർപ്രദേശിലാണ്. 2024 വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. 1950 സുപ്രീം കോടതി നിലവിൽ വന്നു. ന്യൂഡൽഹിയാണ് ആസ്ഥാനം എന്നൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ, അതായത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ഇന്ത്യയുടെ ഭരണഘടനാ വിന്യാസം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ വൃത്തിക്ക് പഠിക്കുന്നുണ്ട്. ആ ചാപ്റ്ററൊക്കെ കയറി കാണണം കേട്ടോ. കാര്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അവർ ടഫാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ അതിൽ നല്ല പോയിന്റ് അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഓരോ പോയിന്റ് ആയിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്നത്. അതുകൊണ്ട് അതൊന്നും വിട്ടുകളയരുത്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തന്തൈ പെരിയാർ, അത് നമുക്ക് തന്തൈ പെരിയാർ നമ്മൾ വേറൊരിടത്തും കൂടി പഠിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാവോ? നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ ഒരു തന്തൈ പെരിയാർ സ്മാരകം വന്നിട്ടുണ്ട് വൈക്കത്ത്. ആരാണ്? സ്റ്റാലിൻ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തു. അത് നമ്മുടെ ആരാണ്? EV രാമസ്വാമി നായ്ക്കറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ എന്താണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം? എവിടെയാണ്? ഈ റോഡാണ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്ന എവിടെയാണ്? പാട്നയാണ്. പാട്ന. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യ നിലവിൽ വരുമ്പോൾ മുതൽ, അതായത് ഗോവ എന്ന് പറയുന്നത് എന്താണ്? ഗോവ ഇന്ത്യയുടെ ആകുമ്പോൾ മുതൽ തന്നെ അവിടെ എന്തുണ്ട്? യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് ഉണ്ട്. അതൊരു നിയമം മൂലം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാലും അതേതാണ്? ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫിൽ ടവർ. പാരീസിലെ ഈഫിൽ ടവർ എന്താണ്? UPI, നമ്മുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് UPI. അതവിടെ എന്താണ്? അവതരിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിൽ 1ാമത്തേതുമായ നഗരമാണ് ബാംഗ്ലൂർ. അതായത് ലോകത്തിലേക്ക് തന്നെ 6ാമത്തെയാണ്, ഇന്ത്യയിലെ 1ാമത്തെ നഗരവുമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് ആര്? AR റഹ്മാൻ അല്ലെ. AI സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെയൊക്കെ ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട്? അത് പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് AI എന്ന് പറയുന്നത്? നല്ല രീതിക്കും ഉപയോഗിക്കാം, അത് വളരെയധികം എന്താണ് ദോഷവും കൂടി ചെയ്യുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ആ ഒരു ഇന്ത്യൻ മൂവിയിൽ എന്താണ് നെടുമുടി വേണുവിനെ AI ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പുതിയ രേഖാചിത്ര മൂവിയിൽ മമ്മൂട്ടിയെ ഒക്കെ എന്താണ് AI ഉപയോഗിച്ചത്. അത് നല്ല രീതിക്കും ഉപയോഗിക്കാം. AI എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്ത് കാര്യമാണെങ്കിലും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ്.
2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് എന്ത് 75 രൂപ നാണയം. 2024 റിപ്പബ്ലിക് ദിനം. അപ്പം നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ 2025 റിപ്പബ്ലിക് ദിനം നന്നായിട്ട് പഠിക്കണം. കാര്യം ഇനിയുള്ള പരീക്ഷകൾക്ക് 25 റിപ്പബ്ലിക് ദിനമായിരിക്കാം ചോദിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ പറയാൻ പറ്റില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മുടെ ആരാണ് ഫ്രഞ്ച് പ്രസിഡന്റ് വന്നില്ലേ 2024. പക്ഷേ ആ 2024 ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചത് 2023 ആരാണ് 23 നമ്മുടെ ഇന്ത്യയിലെ അതിഥിയായിരുന്നു ചോദിച്ചത്. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ 24 25 കൂടി കമ്പയർ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയതാണ് പ്രീതി രജക്. ആദ്യ വനിതാ സുബേദാറാണ് പ്രീതി രജക്. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? നവി മുംബൈ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവരാരൊക്കെയാണ്? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. ആരൊക്കെയാണ്? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി ടാക്കൂർ എന്നിവരാണ്. 4 പേർക്കാണ് എന്താ ഭാരതരത്നം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത്. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൗത്യമാണ് ഇത് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ്? പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനായ അസാം സ്വദേശിനിയാണ് പാർവതി ബർവ. 2024 LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. പത്മശ്രീ ലഭിച്ച ആനപ്പാപ്പാൻ ആരാണ്? പാർവതി ബർവ. അത് എവിടത്തുകാരിയാണ്? നമ്മുടെ ആസാം സ്വദേശിനിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി. ഇത് പഠിക്കണം കേട്ടോ, കുറച്ച് പഠിക്കാനുണ്ട്. കാര്യം ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വരുന്നുണ്ട് ഇന്ത്യയും വ്യോമസേനയുമായിട്ടുള്ളത്, അതേപോലെ മിക്സഡ് ആയിട്ടുള്ളത്, 3 കൂടിയുള്ളത്, മറ്റു രാജ്യങ്ങളായിട്ടുള്ളതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് പഠിക്കണേ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി. അപ്പോൾ വ്യോമസേനയുടെ വായുശക്തി അതെവിടെ വെച്ചിട്ടാണ്? പൊക്രാൻ. രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടാണ് വ്യോമസേനയുടെ സൈനിക പദ്ധതിയായ വായുശക്തി നടന്നത്. ഓക്കെ, ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി. അല്ലെ, എന്താണ്? ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം. അല്ലെ, നമ്മുടെ സർവ്വശക്തിയും എടുത്തിട്ട് നമ്മൾ അവിടെ ജമ്മു കാശ്മീരിൽ നമ്മുടെ ഭീകരരെ പുറത്താക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഓപ്പറേഷൻ സർവശക്തി. ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്തായിരുന്നു? 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിവാക്കാനുള്ളതായിരുന്നു ഇന്ദ്രാവതി എന്ന് പറയുന്നത്. നമുക്കറിയാം ഗോദാവരിയുടെ പോഷക നദിയാണ് നമ്മുടെ ഇന്ദ്രാവതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഏതാണ് പറയുന്നത്? ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഏതാണ്? ഡെവിൾ സ്ട്രൈക്ക് ആണ് ഇന്ത്യൻ കരസേന വ്യോമസേന. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? വ്യോമസേന വായുശക്തി പൊക്രാൻ. ഇവിടെ പറയുന്നത് കരസേനയും വ്യോമസേനയുമായിട്ടുള്ളത് എന്താണ്? ഡെവിൾ സ്ട്രൈക്ക് അല്ലെ, കരസേനയും വ്യോമസേനയും കൂടിച്ചേർന്ന് എന്താകും? ഡെവിൾസ് ആകും അല്ലെ. ഡെവിൾ സ്ട്രൈക്ക് എന്നുള്ളതാണ് ഡെവിൾ സ്ട്രൈക്ക്. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം. കണ്ട, വ്യത്യാസം വരാൻ പോവുകയാണ്. അടുത്ത പറയുന്നത് എന്താണ്? 24 ജനുവരിയിലാണ് ആരൊക്കെ തമ്മിൽ? രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. രാജസ്ഥാനിലാണ് നടന്നത്. അപ്പൊ അതെന്താണ്? ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് അറിയപ്പെട്ടത്. നെക്സ്റ്റ് ആണ് തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്, എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ, കണ്ട ഇവിടെ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, ഇവയ്ക്ക് എന്താണ്? എക്സ്പോസാറ്റ് ആണ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടാണ് എന്ത്? എക്സ്പോസാറ്റ് വരുന്നത്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇത് 2024 എനിക്ക് തോന്നുന്നു എറണാകുളം LDക്കാണെന്ന് തോന്നുന്നു ചോദിച്ചത്. ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. അതിന്റെ വിക്ഷേപണ വാഹനം GSLV F-14 ആണ്. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ആണ് ഏത്?
പോയം 3 എന്ന് പറയുന്നത് എന്താണ്? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ പോയം 3 എന്ന് പറയുന്നത് എന്താണ്? ISRO വിക്ഷേപിച്ച് ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയതാണ് നിർമ്മല സീതാരാമൻ. ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണറാണ് CV ആനന്ദബോസ്. ആരാണ്? CV ആനന്ദബോസ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ ദവുലുരി. ആരാണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ്. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗികാതിക്രമമായി കണക്കാക്കാമെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് ഇത്? നമ്മുടെ കൽക്കട്ട ഹൈക്കോടതി. എന്താണ് ഡാർലിംഗ് എന്ന്? അതായത് അപരിചിതരായ സ്ത്രീകളെ നമുക്ക് എന്താണ് മദ്യപിച്ച് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഡാർലിംഗ് എന്നൊന്നും വിളിക്കാനുള്ള റൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞത് ആരാണ്? അത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാമെന്ന് വിധി പുറപ്പെടുവിച്ചതാണ് കൽക്കട്ട ഹൈക്കോടതി. അതേപോലെ തന്നെ ഈയിടക്ക് വളരെ വിചിത്രമായിട്ടൊരു ഇതുണ്ടായിരുന്നു. എന്താണ്? മൃതദേഹത്തിന് നേരെ ലൈംഗികാതിക്രമം മാനഭംഗ കുറ്റമല്ല എന്നും പറഞ്ഞ് നമ്മുടെ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അത് കർണാടകത്തിൽ നടന്നൊരു സംഭവത്തെ ബേസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? കർണാടക ഹൈക്കോടതിയും അത് അങ്ങനെ തന്നെ പുറപ്പെടുവിച്ചപ്പോൾ ഒരു സുപ്രീം കോടതിയിലേക്ക് പോയി കർണാടക സർക്കാർ. പക്ഷെ അവിടെ സുപ്രീം കോടതിയും അതെന്താണ്? അത് തള്ളിക്കളയുകയാണ്. കാരണം അതൊരിക്കലും എന്താണ് ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നാണ് അവർ വാദം പറയുന്നത്. അതായത് അവര് ഒരു കൊലപാതക കേസായിരുന്നു. ഒരു 21 വയസ്സുള്ള ഒരു കുട്ടിയെ കൊന്നതിന് ശേഷം അതുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായിരുന്നു. പക്ഷെ അതെന്താണ്? അതൊരിക്കലും ലൈംഗിക അതിക്രമമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഇതായിരുന്നു അത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്ത് എന്താണ്? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിന്റ്. അതേപോലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്താണ്? KISS യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയതാണ് ആരാണ്? ബിൽ ഗേറ്റ്സ് ആണ്. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം എവിടെയാണ്? ഗുജറാത്തിലാണ് 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ചത്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനമാണേത്? മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ളത്. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡ്രൂക്ക് ഗലി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ഓക്കെ, നമ്മളിവിടെ തൊട്ട് മുമ്പ് ബിൽ ഗേറ്റ്സ് പറഞ്ഞ എന്താണ്? കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരമാണ് ബിൽ ഗേറ്റ്സിന് ലഭിച്ചത്. ഇവിടെ എന്താണ് പറയുന്നത്? ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡ്രൂക്ക് ഗാലിപ്പ് അതിനർഹനായതാണ് നരേന്ദ്രമോദി. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? 50ാമത് വാർഷികം. 1973-74 സമയത്താണ് അത് വരുന്നത്. അപ്പൊ എന്താണ് 50ാമത്? സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ മൂവ്മെന്റ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ നഗരം ലോകത്തിലേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബെഗുസറായ്. അത് എവിടെയാണ്? നമ്മുടെ ബീഹാറിലാണ് ബെഗുസറായ് ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം എന്ന് പറയുന്നത്. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005X296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. കാര്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം ഏതാണ്? യുവിക. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ സെപ്റ്റി ടാങ്ക് ക്ലീനിങ് ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റി ടാങ്ക് ക്ലീനിങ്ങിന് റോബോട്ടിനെ വികസിപ്പിച്ചതാണ് IIT മദ്രാസ്. അപ്പൊ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ്, യങ് അല്ലെ, എന്താണ്? യുവാക്കൾക്ക് അല്ലെ, യുവികയാണ്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. അതേപോലെ നമ്മൾ വേറൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. അത് ഇതാണ് 1056. എന്താണ്? ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056 എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരമായ എന്താണ്? നൗസേന ഭവൻ. അപ്പൊ പഠിച്ചു വെക്കുക, ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമാണ് നൗസേന ഭവൻ. അതെവിടെയാണ്? ഡൽഹിയിലാണ്.
ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് ഇത് പുഷ്പക്. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നിബാൺ. നിർമ്മിച്ചത് എവിടെയാണ്? അഗ്നികുൽ കോസ്മോസ് ആണ്. 2024 എന്താണ് പറയുന്നത്? 2 ക്വസ്റ്റ്യൻ ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമാക്കുന്നതാണ് പുഷ്പക്. വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ രാവണന്റെ പുഷ്പക വിമാനം വീണ്ടും ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടാകും. അപ്പൊ എന്താണ്? പുനരുപയോഗ സാധ്യമായിട്ടുള്ളതാണ് എന്ത്? പുഷ്പക് എന്ന് പറയുന്നത്. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള റോക്കറ്റാണ് അഗ്നിബാൺ എന്ന് പറയുന്നത്. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസിസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണത്തറയുടെ പേരാണെന്ത്? ധനുഷ് എന്ന് പറയുന്നത്. ചലിപ്പിക്കാവുന്ന വിക്ഷേപണത്തറ. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. മിസൈൽ പരീക്ഷണം നൽകിയ പേരെന്താണ്? മിഷൻ ദിവ്യാസ്ത്ര എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്ക പാതയാണ് സേല ടണൽ. എവിടെയാണ്? അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് 27ാമത്തെ ജില്ലയുടെ പേര്? ബിച്ചോം. എന്താണ്? അരുണാചൽ പ്രദേശിൽ എത്ര ജില്ലകളാണ്? 27 ജില്ലകളാണ്. അപ്പൊ 27ാമത്തെ ജില്ലയാണ് ബിച്ചോം അല്ലെ. ഇന്ത്യയിലെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ് ഹൈവേ ആണ്. ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ അരുണാചൽ പ്രദേശിലെ 27 ജില്ലകളാണ്. ഏതാണ്? ബിച്ചോമാണ് ലാസ്റ്റ് വന്നത്. നമ്മുടെ 14 ജില്ലകൾ പഠിക്കാനുള്ള പാട് നമുക്കറിയാം അല്ലെ, അതിന്റെ ഫാക്ട്സ് ഒക്കെ. അപ്പൊ ഇവർ 27 ജില്ലകൾ പഠിക്കണം. അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബിച്ചോമാണ്. ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് എന്ന് പറയുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. ആരാണ്? കിഷോർ മക്വാന. പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസം. അടുത്തത് വന്നു എന്താണ്? ഭാരത് ശക്തി. പൊക്രാനിലാണ് നടന്നത് ഇന്ത്യൻ കര, മറ്റേത് ഏതാണ്? നമ്മുടെ വായുശക്തിയാണ് പൊക്രാനിൽ നടന്നത്. ഇത് ഏതാണ്? പൊക്രാനിൽ തന്നെ നടന്നതാണ്, പക്ഷെ അതെന്താണ്? കര വ്യോമ നാവികസേന. മറ്റേത് വ്യോമസേനയുടേതാണ് വായുശക്തി വന്നത്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത്. സ്കിൽ ഇന്ത്യ സെന്റർ എവിടെയാണ്? സാമ്പൽപൂർ. അതെവിടെയാണ്? ഒഡീഷയാണ്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളമാണ് INS ജഡായു. അടുത്തത് ലോക്പാലിന്റെ അധ്യക്ഷനാണ് ആരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഏത്? ഹിമാചൽ പ്രദേശ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റും സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ എന്നുള്ളത്. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിന്റെ നായകനാകുന്ന നടനാണ് ആര്? ധനുഷ്. ദ കിങ് ഓഫ് മ്യൂസിക്. അപ്പൊ ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന സിനിമയുടെ പേരാണ് കിങ് ഓഫ് മ്യൂസിക്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ കരസേനാ മേധാവിയാണ് MM നരവാനെ. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥിയാണ് ആര്? ഇമ്മാനുവൽ മാക്രോൺ. ആരാണ് അദ്ദേഹം? ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. 2025 ആരായിരുന്നു 2025 അതിഥി എന്ന് പറയുന്നത്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു. ആരാണ്? പ്രബോവോ സുബിയാൻഡോ എന്ന വ്യക്തിയാണ് 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി. അദ്ദേഹം ആരാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. ഓക്കെ. ഇനി അദ്ദേഹം ഒരു 2024 ഒക്ടോബറിൽ എന്തോ ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയെടുത്തത്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ 2025 മുഖ്യ അതിഥിയായിട്ട് വന്നത്. തമിഴ്നാടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്? തമിഴക വെട്രി കഴകം. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ആണ് ഷഫീഖുർ റഹ്മാൻ. ആരാണ്? ഷഫീഖുർ റഹ്മാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ChatGPTയുടെ നിർമ്മാതാവുമായ OpenAIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാണ് ആര്? പ്രഗ്യാ മിശ്ര. OpenAIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യാ മിശ്ര.
അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ ചാൻസലറായി നിയമിതനായതാണ് നൈമ ഖാത്തൂൺ. അപ്പൊ ആദ്യ വനിതാ വൈസ് ചാൻസലറാണ്, അതുകൊണ്ട് പഠിക്കുക നൈമ ഖാത്തൂൺ. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പദ്ധതിയാണെന്ത്? ആദർശശില. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി ആർക്കാണ്? അങ്കണവാടി കുട്ടികൾക്ക്. ആര് ഉണ്ടാക്കിയത്? കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ആദർശശില പദ്ധതി ആരുമായി ബന്ധപ്പെട്ടതാണ്? അങ്കണവാടി കുട്ടികളുമായിട്ടാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവികാഭ്യാസമാണ് പൂർവി ലഹാർ, അല്ലെ? പൂർവാചൽ, പൂർവീക്, അല്ലെ? കിഴക്കനാണ്. അപ്പൊ നാവികസേന കിഴക്കൻ തീരപ്രദേശത്താണെങ്കിൽ പൂർവി ലഹാർ ആണ്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്ക്. എവിടെയാണ്? കവരത്തി ദ്വീപില്. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025ഓടെ ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ആണ്. IMF റിപ്പോർട്ട് പ്രകാരം കേട്ടോ. 2024 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് സുധീർ കക്കർ. കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം. ന്യൂ പാമ്പൻ പാലം. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ അന്തരിച്ചത് 2024 ഫെബ്രുവരി 21. ഫാലി എസ് നരിമാന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫേഡ്സ്. ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ചിലപ്പോൾ ചോദിക്കുന്ന അങ്ങനെയായിരിക്കും, മരിച്ച ദിവസം ചോദിക്കാൻ ചാൻസ് കുറവാ, പക്ഷെ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ബിഫോർ മെമ്മറി ഫേഡ്സ് എന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ്? ഫാലി എസ് നരിമാന്റെ ആത്മകഥയാണ് എന്ത്? ബിഫോർ മെമ്മറി ഫേഡ്സ് എന്നുള്ളത്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് ഏത്? സാക്ഷം. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ. സി വിജിൽ. അപ്പൊ നമ്മളോട് എന്തൊക്കെ ആപ്പാ പറഞ്ഞത്? ഒന്ന് സാക്ഷം പറഞ്ഞു. സാക്ഷം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാനാണ്. ഇനി സി വിജിൽ എന്ന് പറയുന്നത് എന്താണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങളും പരാതികളും ക്രമക്കേടുകളും ഒക്കെ നമുക്ക് എന്താണ്? അധികൃതരെ അറിയിക്കാൻ, അവരെ വിജിലന്റ് ആയിട്ട്, അല്ലെ? നമ്മൾ വിജിലന്റ് ആയിട്ടിരുന്ന് അവരെ അറിയിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, എന്നാലേ അവർക്കും എന്താകാൻ പറ്റുള്ളൂ? വിജിലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. പെരുമാറ്റച്ചട്ടങ്ങളും നമ്മുടെ പരാതികളും ഒക്കെ എന്താണ്? സി വിജിലാണ് അറിയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എന്ന് പറയുന്നത് 85 വയസ്സാണ്. 85 വയസ്സെങ്കിലും ആയാൽ മാത്രമാണ് എന്ത് കിട്ടുകയുള്ളൂ? തപാൽ വോട്ട് കിട്ടുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. വോട്ടർ ടേൺ ഔട്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? സാക്ഷം ആപ്പ് പറഞ്ഞു, സി വിജിൽ പറഞ്ഞു, വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. ഇപ്പൊ തന്നെ ക്ലാസ് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്, 27 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ദിവസമായിട്ട് നമുക്ക് ചെയ്യാം. പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ചിലപ്പോൾ ഒരു പാർട്ട് 3യും കൂടി വേണ്ടി വരുമായിരിക്കും. ഇത്രയും ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമന്റായിട്ട് കൂടി ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.